മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് കരുണയെ കൊണ്ട് തന്നെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിക്കുകയാണ് കണ്ണനും മഹിയും. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കരുണയ്ക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ മഹിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കരുണയെക്കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആദ്യപടിയായിട്ട് തന്നെ ചായയാണ് വെപ്പിക്കുന്നത്. അങ്ങനെ ആ കാര്യത്തിലെല്ലാം വിജയം കണ്ടു എന്ന് മനസ്സിലാകുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ സന്തോഷമാകുകയാണ്. ഉടനെ തന്നെ കണ്ണന് കൊണ്ട് ചായ കൊടുക്കുകയും കണ്ണൻ്റെ അടുത്തു നിന്നും നല്ല രീതിക്ക് തന്നെ ചില കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇടവരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ചെയ്ത കാര്യത്തിന് ഇത്രയെങ്കിലും നിനക്ക് ഒരു ശിക്ഷ തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല എന്ന് കണ്ണൻ പറയുന്നു. ഇതിന് ശേഷം നീയാണെങ്കിൽ വാല് പൊക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഉണ്ണിയോട് പറയും, നിൻ്റെ താലിമാല പൊട്ടിച്ചെറിയുകയും ചെയ്യുമെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഭയന്ന് വിറയ്ക്കുകയാണ്. ലക്ഷ്മിയും കണ്ണേട്ടനും പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നെല്ലാം കരുണയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ ഉണ്ണിക്ക് കൊണ്ട് ചായ കൊടുക്കുന്നു. ഉണ്ണിക്കാണെങ്കിൽ കരുണ ചായ കൊണ്ടുവന്ന് കാണുമ്പോഴേക്കും ആകെ ഒരു അത്ഭുതമാകുകയാണ്. നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ ചായ കൊണ്ടു തരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിട്ട ചായയാണ്, വേണമെങ്കിൽ നിങ്ങൾ കുടിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ഉണ്ണിക്ക് ചായ കൊടുക്കുന്നു. അങ്ങനെ ചായ കുടിക്കുന്ന ഉണ്ണിയാണെങ്കിൽ നന്നായിട്ടുണ്ടെന്നെല്ലാം പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി കരുണേ? നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലായിരുന്നു അല്ല എന്ന് പറയുമ്പോൾ ഇനി മുതൽ ഞാനാണ് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്, ഇനി അങ്ങനെയായിരിക്കും ഈ വീട്ടിലെ ഓർഡർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഉണ്ണിക്കാണെങ്കിൽ ചില സംശയങ്ങളെല്ലാം ഉണ്ടാകുകയാണ്. പിന്നീട് കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രതാപനോടായിട്ട് വന്ന് മുത്തശ്ശി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ മോളുടെ കയ്യിൽ നിന്നും എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയെന്നാണ് തോന്നുന്നത്. അവളാണെങ്കിൽ പകരം വീട്ടുകയാണ് ചെയ്യുന്നത്. അവളിവിടെ വെച്ച് നമ്മൾ അവളെ ദ്രോഹിച്ചതിന് പകരം ഇപ്പോൾ നമ്മുടെ മോളെ അവൾ അടുക്കളക്കാരിയാക്കിയിരിക്കുകയാണെന്നെല്ലാം പറയുകയാണ് പ്രതാപനോട്. നീ നിൻ്റെ മോളെ പോലെ സ്നേഹിച്ചിട്ടുള്ള ആ ലോറിയില്ലേ, ആ ലോറിയാണ് ഇതിൻ്റെ എല്ലാം കാരണം. അതുകൊണ്ട് ആ ലോറി എത്രയും പെട്ടെന്ന് കത്തിച്ച് കളയാനായിട്ടെല്ലാം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നു. പ്രതാപനാണെങ്കിൽ തൻ്റെ മോൾക്ക് വന്ന വിധി ഓർത്ത് ആകെ സങ്കടപ്പെടുകയാണ്. പിന്നീട് മഹിയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, നീ ഉണ്ടാക്കിയ ഭക്ഷണം ആദ്യം തന്നെ നീ വേണം കഴിച്ചു നോക്കാൻ, അതിനുശേഷമേ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കാൻ പാടുള്ളൂ. കാരണം നീ എന്തെങ്കിലും പൊടി ചേർത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ എനിക്കറിയണം. അതിനെങ്ങാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ശിക്ഷയായിരിക്കുമെന്നെല്ലാം മഹി താക്കീത് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. എന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ യാതൊരുവിധ മായവും ചേർക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നെല്ലാം മഹിയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ എല്ലാ വിഭവങ്ങളുടെയും എല്ലാ റെസിപ്പികളും എഴുതി ഒരു പേപ്പറിലോട്ടാക്കി കരുണയ്ക്ക് കൊടുക്കാനായിട്ട് എടുക്കുകയാണ്. അതേസമയം നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. ഇതെല്ലാം അവൾക്ക് ഞാൻ എഴുതി കൊടുക്കുകയാണ്. ഇത് നോക്കി അവൾ എല്ലാ പാചകങ്ങളും പഠിക്കട്ടെ, എന്നാൽ മാത്രമേ അവൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പഠിക്കുകയുള്ളൂ എന്നെല്ലാം മഹി പറയുന്നുണ്ട്. ഒരു കണക്കിന് നമ്മൾ ചെയ്യുന്നതെല്ലാം അവൾക്ക് നല്ലതിന് വേണ്ടിയല്ലേ, അവളുടെ എല്ലാ കാര്യങ്ങളും അവൾക്ക് സ്വയം ചെയ്യാനുള്ള കഴിവുണ്ടാകാൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നെല്ലാം മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും അവളുടെ അച്ഛനെ ജയിലിൽ കിടത്താത്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടെന്നും അയാളാണെങ്കിൽ അത്രയ്ക്ക് ദ്രോഹമാണ് എന്നോട് ചെയ്തതെന്നെല്ലാം കണ്ണൻ പറയുന്നു. പിന്നീട് മഹി പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അച്ചട്ടായിട്ട് അനുസരിക്കുന്ന കരുണയെ കാണുമ്പോഴേക്കും ഉണ്ണിക്കാണെങ്കിൽ ആകെ ഒരു സംശയം ഉണ്ടാകുകയാണ്. ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, തക്കതായ എന്തോ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവളുടെ ചേച്ചിയുടെ മുന്നിൽ അവൾ ഇത്ര പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നതെന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ശരിയാണ് മോനെ, എനിക്കും അത് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും കരുണ ഇത്രത്തോളം അടങ്ങി അവളുടെ മുന്നിൽ നിൽക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മഹി എഴുതി വെച്ച റെസിപ്പികളെല്ലാം തന്നെ കരുണയ്ക്ക് കൊണ്ടുവന്ന് മഹി കൊടുക്കുന്നു. ഇത് കാണുമ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ മഹി പോയതിനു ശേഷം കരുണയാണെങ്കിൽ ആ പേപ്പറുകളെല്ലാം തന്നെ ചുരുട്ടി എറിയുകയാണ്. എന്നിട്ട് ഇതിനെല്ലാം കാരണക്കാരനായ തൻ്റെ അച്ഛനെ കാണാനായിട്ട് കരുണാലയത്തിലെത്തുന്ന കരുണയെ കാണുമ്പോഴേക്കും മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി തന്നെ കരുണയോട് പറയുന്നുണ്ട്, മോളെ ഞങ്ങളോട് ക്ഷമിക്കണം, മോൾക്ക് ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നതല്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ ദാസിയാകാൻ വേണ്ടിയല്ലേ അവളെ അങ്ങോട്ട് വിട്ടത്, ഇപ്പോൾ ഞാനാണ് അവളുടെ ദാസിയായിട്ട് അവിടെ കഴിയുന്നത്, എനിക്കിത് മടുത്തു, ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, മോളെ വീട്ടുജോലി ചെയ്യുന്നതൊന്നും അത്ര വലിയ കുഴപ്പമുള്ള കാര്യങ്ങളല്ല, അതെല്ലാം ഒരു പെണ്ണായാൽ അതെല്ലാം പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇതെല്ലാം പറയുന്ന മോഹിനിയോടായിട്ട് മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പ്രതാപം പറയുന്നുണ്ട്, മോളെ നമുക്ക് ഒരു അവസരം വരുമെന്ന് പറയുമ്പോൾ ഇനി ഒരു അവസരവും വരാനില്ല, പല അവസരങ്ങളും ഇങ്ങനെ വന്നു പോയിട്ടുള്ളതാണ്, ഒരിക്കലും ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ഒന്നും എന്നോട് പറയണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും തിരിച്ചു പോകുന്നു.
പിന്നീട് പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണുന്നുണ്ട്. എന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വാമദേവനോടായിട്ട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ഇതെന്താണ് സംഭവിച്ചതെന്നോ ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക് എൻ്റെ മോളെയാണ് അവർ രണ്ടുപേരും കൂടെ ശിക്ഷിക്കുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എല്ലാം സഹിക്കുക തന്നെ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ മോളുടെ കണ്ണീര് കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല, എന്ത് വന്നാലും ഞാൻ ജയിലിൽ പോകും, അതുകൊണ്ട് അവനെയും കൂടെ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണെന്നും എൻ്റെ മകൾ അങ്ങനെയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നാണ് എൻ്റെ വിചാരം എന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. എൻ്റെ മോളെ ഇനി അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നെല്ലാം പ്രതാപം കൂട്ടിച്ചേർക്കാണ്. കരുണാലയത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന കരുണയെ കാണുമ്പോഴേക്കും മഹി ചോദിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് നീ കരുണാലയത്തിലോട്ട് പോയത്, എൻ്റെ കണ്ണേട്ടൻ്റെ സമ്മതമില്ലാതെ ഈ വീട്ടിൽ നിന്നും നിനക്കൊരിക്കലും പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ ഇവിടെ ജീവിക്കാമെങ്കിൽ മാത്രമേ നീ ഇവിടെ ജീവിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഉണ്ണിയോടായിട്ട് തുറന്നു പറയുമ്പോൾ നിൻ്റെ ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ വല്ലാതെ പരിഭ്രമിക്കുകയാണ് കരുണ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.